ഞാൻ വന്നുടനെ അവൾക്ക് ഗുളിക കഴിക്കാൻ വെള്ളം വേണോന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. ആ തക്കത്തിന് ശിവാനി നിധി വാങ്ങിക്കൊണ്ടുവന്ന ടാബ്ലറ്റ് മാറ്റിയതാകാനാണ് സാധ്യത. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അവിടെ വെച്ച് തന്നെ പറയായിരുന്നല്ലോ. അവളുടെ കള്ളം പൊളിക്കായിരുന്നല്ലോ. എല്ലാം ചെയ്തേനെ. ഇന്ന് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അവസ്ഥ അനുകൂലമല്ല. അവളുടെ വയറ്റിൽ വളരുന്നത് നമ്മുടെ പ്രണവിന്റെ കുഞ്ഞാ. ശിവാനി ഉണ്ടാക്കിയ ചതിയായിരുന്നു ഇതെന്ന് പ്രണവ് അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ കുറച്ച് വിഷമിച്ചു എന്നല്ലേ ഉള്ളൂ. അത് പോട്ടെ, ഞാനങ്ങ് ക്ഷമിച്ചാ പോരെ. ഇവളെന്റെ കാല് പിടിച്ചിട്ടാ ഞാനൊന്നും ചെയ്യാതിരുന്നത്. കാല് പിടിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഒരു പ്രശ്നം ഉണ്ടാക്കി അവളുടെ വയറ്റിലെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് സഹിക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ തെറ്റുകാരിയല്ലാന്ന് തെളിയിക്കണമായിരുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കണ്ട. മോളെ, നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതാ എന്റെ ഗൗതമിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആ എന്ന് കരുതി ഇങ്ങനെ സർവം സഹായാകരുത്. ആ സർവം സഹയൊന്നും അല്ല ഗൗതം. ഞാനും നിർമ്മലാന്റിയും കൂടി ചേർന്ന് നാളെ ശിവാനിക്കൊരു പണി കൊടുക്കും. പണിയോ? എന്ത് പണി? അതൊക്കെയുണ്ട്, സസ്പെൻസാ. ഒന്ന് നേരം വെളുത്തോട്ടെ. അതിലൊന്നും എനിക്ക് പേടിയില്ല. പിന്നല്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ആ അതെ അതെ, മറ്റേ കാര്യത്തിൽ എനിക്കൊരു പേടി. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എന്തോടാ നിനക്ക്?